മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും രാജ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും തമ്മിൽ സഖ്യമുടരെന്ന് സൂചന. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സഖ്യമായി മത്സരിക്കാൻ നീക്കം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചേരുന്നു. ശ്രീനാഥ്, കേന്ദ്ര സർക്കാരിന്റെ ത്രിഭാഷാ നയത്തിനെതിരെ മറാത്ത ഭാഷയ്ക്ക് വേണ്ടിയൊക്കെ ഇവർ ഒന്നിച്ചൊരു വേദി പങ്കിട്ട് നമ്മൾ കണ്ടതാണ്. അതിന്റെ സൂചനകൾ നേരത്തെ വന്നതാണ്. ഒടുക്കം ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തുന്നു. വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് മുംബൈയിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർക്കുകയും അതിൽ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും ഒരുമിച്ച് നിന്ന് വേദി പങ്കിടുകയും ഒക്കെ ചെയ്തത്. നീണ്ട 20 വർഷക്കാലത്തിന് ശേഷമാണ് ഇരുവരും ഒരേ വേദിയിലേക്ക് എത്തിയത്. ഈ ഒന്നിക്കാനുള്ളതിനൊരു കാരണമായി ഈ മഹാരാഷ്ട്ര ഭാഷയുമായി ബന്ധപ്പെട്ട വിവാദം കാരണമായെങ്കിലും അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയപരമായി ഇരു പാർട്ടികൾക്കും ഒന്നിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. കാരണം ഉദ്ധവ് ആവട്ടെ പാർട്ടി പിളർന്ന് ശക്തി ക്ഷയിച്ചു നിൽക്കുന്ന ഒരു സമയം, രാജ് താക്കറെ ആവട്ടെ തുടക്കത്തിൽ MNSനുണ്ടായിരുന്ന ഒരു ശക്തി സംസ്ഥാനത്തിൽ, മാത്രമല്ല രാഷ്ട്രീയത്തിൽ, മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അപ്രസക്തനാകുന്ന ഒരു വീഴ്ചയിലേക്ക് രാജ് താക്കറെ പോവുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള നീക്കം ഇരു പാർട്ടികളും ചർച്ചകൾ തുടങ്ങിയതാണ്. അതിനൊരു നല്ല കാരണമായി ഈ മഹാരാഷ്ട്ര മറാഠി ഭാഷ വിവാദം മാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സഞ്ജയ് റാവത്ത്, അതായത് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവാണ്, സഞ്ജയ് റാവത്ത് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇരു പാർട്ടികളും ഒന്നിക്കുന്നതിനെ കുറിച്ചുള്ള നിർണായകമായ ചില പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയത്. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അപ്പോൾ മുംബൈയിൽ ഒരുമിച്ച് നിൽക്കണം എന്നതാണ് ജനങ്ങളുടെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് പാർട്ടികളുടെയും ആഗ്രഹം തന്നെയാണ്. ഇരുവരും തമ്മിൽ ഈ കാര്യത്തിൽ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒരു സഖ്യത്തിലേക്ക്, നേരത്തെ വേദി പങ്കിട്ടതിൽ നിന്ന് മാറി ഒരു സഖ്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നതാണ് സംസ്ഥാനത്ത് നിന്ന് പറയാൻ കഴിയുക.